നാം തുടങ്ങാൻ പോവാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഞാൻ 3 എന്ന് എണ്ണുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. 3 എന്ന് എണ്ണിയാൽ പിന്നെ കണ്ണുകൾ തുറക്കരുത്. 3 എന്ന് എണ്ണിക്കഴിഞ്ഞിട്ടും കണ്ണ് തുറന്നിരുന്നാൽ നിങ്ങൾ കുറച്ച് പുറകിലാകും, ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റില്ല. 3 എന്ന് എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണുകൾ അടഞ്ഞിരിക്കണം. അതിനു മുൻപായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈയിലെ പൾസ് ഒന്ന് പിടിക്കാൻ ശ്രമിക്കുക. വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈയിലെ പൾസ് ഒന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ പൾസ് പിടിക്കുക. ആ പൾസ് നിങ്ങളൊന്ന് എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ചിന്തയും ഇല്ലാത്തൊരവസ്ഥ കിട്ടും. പൾസ് എണ്ണാൻ തുടങ്ങണം. ഞാൻ പറയാം. അപ്പൊ പൾസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ 3 എന്ന് എണ്ണിത്തീരുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടയ്ക്കും. ഞാൻ പിന്നീട് കണ്ണ് തുറക്കാൻ പറഞ്ഞാലല്ലാതെ കണ്ണുകൾ തുറക്കാൻ പാടില്ല. തുടങ്ങുകയാണ്. ആരും ശബ്ദമുണ്ടാക്കരുത്. ശ്രദ്ധിച്ച് കേൾക്കണം. 1, 2, 3. ശ്വാസം ദീർഘമായി വലിച്ചുവിടൂ. 3 തവണ ആവർത്തിക്കുക. സാധാരണ പോലെ ശ്വസിച്ചോളൂ. പൾസ് എണ്ണാൻ തുടങ്ങുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ യാതൊരു ചിന്തയും ഇല്ല, എണ്ണൽ മാത്രം. മനഃപൂർവ്വം ഒരു ചിന്ത കൊണ്ടുവരാൻ ശ്രമിച്ചാലും ആ ചിന്തകളെ പൾസ് തട്ടിത്തെറിപ്പിക്കുന്നതായി കാണാം. കണ്ണുകൾ തുറക്കാതെ ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ കൈകൾ വിട്ട് നിങ്ങൾക്കിരിക്കാം. കൈകൾ വിട്ട് പൾസ് എണ്ണുന്നത് നിർത്തി ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ ഇരുന്നോളൂ. നിങ്ങൾ നിങ്ങളുടെ നെറ്റിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. കണ്ണുകളിലേക്ക്, മൂക്കിലേക്ക്, ചുണ്ടിലേക്ക്, താടിയിലേക്ക്, കഴുത്തിലേക്ക്, 2 ഷോൾഡറുകളിലേക്ക്, നെഞ്ചിലേക്ക്, വയറിലേക്ക്, അരക്കെട്ടിലൂടെ താഴേക്ക്, കാലുകളിലൂടെ താഴേക്ക്, മുട്ടുകൾ, കാലുകൾ, കാൽവണ്ണ, കാൽപാദം, കാലിൻ്റെ വിരലുകൾ, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും താഴേക്ക് ഒഴുകിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ തരത്തിലും വിഷമമില്ലാതെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞ അവസ്ഥയിലാണ്. സുഖകരമായി നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങളിപ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന സ്മെല്ലുകൾ, ഗന്ധങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന വികാരങ്ങൾ, വേദന, തണുപ്പ്, ചൂട്, മർദ്ദം ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന രുചികൾ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ ചിത്രം ഒന്ന് കാണൂ. അതിൽ നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കട്ടിൽ നിങ്ങളൊന്ന് കാണൂ. ആ കട്ടിലിൽ നിങ്ങൾ കിടക്കുന്ന രംഗം ഒന്ന് കാണൂ. ഇപ്പോൾ നിങ്ങൾ ധരിച്ചിട്ടുള്ള വസ്ത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ആ വസ്ത്രത്തിൽ നിങ്ങൾ ആ കട്ടിലിൽ കിടക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുഭാഗത്തായി നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുണ്ട്. അവർ ചുറ്റും നിൽക്കുന്നത് നിങ്ങളൊന്ന് കാണൂ. നിങ്ങളുടെ കാൽവിരലുകളിൽ ഒരു പെരുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതൊരു വേദനയായിക്കൊണ്ട് മുകളിലേക്ക് വ്യാപിക്കുന്നു. കാൽവെണ്ണ,
കാലുകളിലൂടെ മുകളിലേക്ക്, കാൽമുട്ട് തുടകളിലൂടെ മുകളിലേക്ക്, അരക്കെട്ടിലൂടെ, വയറിലൂടെ, നെഞ്ചിനൊക്കെ വല്ലാത്ത ഭാരം തൊണ്ടക്കുഴിയിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയെത്തിയിരിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അത് നിങ്ങളെ വിട്ടു പിരിയും. നിങ്ങളുടെ റൂഹത നിങ്ങളെ പിരിയുന്നു. കണ്ണുകളിലൂടെ ആ റൂഹത മുകളിലോട്ട് പോകുന്ന രംഗമൊന്ന് കാണൂ. എല്ലാവരും കരയുകയാണ്, വിഷമിച്ച് കരയുന്നു. പൊട്ടിക്കരയുന്നവരുടെ രംഗമൊന്ന് കാണൂ. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ കാൽഭാഗത്ത് പിടിച്ചുകൊണ്ട് കരയുന്ന അവരുടെ കരയുന്ന മുഖമൊന്ന് കാണൂ. ഒരാളതാ താടിയും തലയും നിങ്ങളുടെ കൂട്ടിക്കെട്ടിയിരിക്കുന്ന രംഗം കാണൂ. കൈകൾ രണ്ടും നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുന്നു. കാൽവിരലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറ്റി ഒരു നേർത്ത വെള്ള പുതപ്പുകൊണ്ട് പുതപ്പിച്ചിരിക്കുന്ന രംഗം കാണൂ. നിങ്ങളുടെ മരണവാർത്ത എല്ലാവരെയും വിളിച്ചറിയിക്കുകയാണ്. എന്റെ ഇന്ന ആൾ മരണപ്പെട്ടു. അതിശയത്തോടെ ആളുകൾ അത് കേൾക്കുന്നു. നിങ്ങളെ കാണാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ഒഴുകുകയാണ്. ആ ജനാസയൊന്ന് കാണാൻ വേണ്ടി ആളുകൾ ഒഴുകി വരുന്ന രംഗമൊന്ന് കാണൂ. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ, ഇവിടുത്തെ പ്രവർത്തകർ പന്തലിടുന്ന രംഗമൊന്ന് കാണൂ. നിങ്ങളെ കാണാൻ ശത്രുക്കൾ പോലും മുൻപോട്ട് ഓടി ഓടി വരുന്ന കാഴ്ചയൊന്ന് കാണുക. അവർ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് കരയുന്ന രംഗമൊന്ന് കാണൂ. ഇന്നലെ ഞാനിവിടെ വരണമെന്ന് വിചാരിച്ചതാ എന്നവർ പറയുന്ന രംഗമൊന്ന് കാണൂ. നിങ്ങളുടെ കൊച്ചുകുട്ടികൾ നിങ്ങളെ അന്വേഷിക്കുന്ന രംഗമൊന്ന് കാണൂ. കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ജനാസ എടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയിലേക്ക് ആ ജനാസ മാറ്റുന്ന രംഗം കാണൂ. കുളിപ്പിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ രൂപം ഒന്ന് കാണൂ. അവർ ആ ജനാസ കുളിപ്പിക്കാൻ കിടത്തിയിരിക്കുന്നു. വെള്ളം അതാ ഒഴിക്കാൻ തുടങ്ങി. ശരീരത്തിലൂടെ ആ വെള്ളം അങ്ങ് ഒലിച്ചിറങ്ങിയപ്പോൾ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞു. കഫൻ പൊതിയാൻ തുടങ്ങി. കഫൻ പുതവയിൽ നിങ്ങളുടെ ശരീരം പൊതിഞ്ഞിരിക്കുന്നു. ആ ജനാസ അതാ കുളിപ്പിച്ച മുറിയിൽ നിന്നും പുറത്തേക്കെടുക്കാൻ തുടങ്ങുകയാണ്. പുറത്തേക്കതാ ആളുകൾ ചേർന്ന ജനാസ താങ്ങിയെടുത്തിരിക്കുന്നു. പുറത്തെത്തുമ്പോൾ വല്ലാത്ത ചന്ദനത്തിരിയുടെയും കുന്തിരിക്കത്തിന്റെയും സ്മെല്ല് കിട്ടുന്നുണ്ട്. ഒന്ന് വലിച്ചു നീട്ടിയെടുക്കൂ, ആ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പുറത്ത് മുഴുവനും ആളുകളാണ്. എല്ലാവരും നിങ്ങളെ കാണാൻ എത്തിയിട്ടുള്ളവർ, നിങ്ങളോട് വിട പറയാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ആളുകളെ നിങ്ങളൊന്ന് കാണൂ. ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ ആ ജനാസ അതാ മുൻവശത്തെ മുറിയിൽ കിടത്തിയിരിക്കുന്ന രംഗമൊന്ന് കാണൂ. ആളുകളൊക്കെ ഓടി ഓടി വന്നുകൊണ്ട് അവസാനമായി നിങ്ങളെ ഒന്ന് കാണുകയാണ്. പള്ളിയിൽ നിന്ന് അതാ മയ്യത്ത് കട്ടിൽ ചുമന്നുകൊണ്ട് 2-3 ആളുകൾ വരുന്ന രംഗം ഒന്ന് കാണൂ. ആ മയ്യത്ത് കട്ടിൽ അതാ മുൻവശത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് നിങ്ങളുടെ ആ ജനാസ പൊക്കിയെടുത്ത് കിടത്തുന്ന രംഗമൊന്ന് കാണൂ. ജനാസ അതാ മയ്യത്ത് കട്ടിലേക്ക് വെച്ചു കഴിഞ്ഞു. ഇനി തിരിച്ചൊരു യാത്രയില്ല. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, പ്രവർത്തകർ, ഒന്നിച്ചു നിന്നവർ, കൈകോർത്തവർ, വളരെ വേണ്ടപ്പെട്ടവർ, അവരൊക്കെ കരഞ്ഞുകൊണ്ട് ആമീൻ പറയുന്ന രംഗമൊന്ന് കാണൂ. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആ വീട് വിട്ടു പോവാൻ പോവുകയാണ്. 6 അടി മണ്ണിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ്. തിരിച്ചു വരാത്ത യാത്രയിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. വീട്ടിൽ നിന്നും പ്രിയപ്പെട്ടവളുടെ വിഷമമാർന്ന കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്. സ്ത്രീകളുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ വീട് വിട്ടു പിരിയുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് നിങ്ങളുടെ വീടിനോട് വിട പറയിക്കുകയാണ്. നിങ്ങൾ പറയുന്ന രംഗമൊന്ന് കാണൂ. വിടാ വിടാ, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. എന്റെ അവസാനത്തെ യാത്രയാണിത്. തിരിച്ചു വരാത്ത യാത്രയാണിത്. ഇനി ഒരിക്കലും എന്റെ വീട് എനിക്ക് കാണാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖം എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ വെച്ചൊരു കൂടിക്കാഴ്ചയുമില്ല. ഞാൻ പിരിയുകയാണ്.
നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിലാണുള്ളത്. മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കൂടി വരുന്നുണ്ട്. സന്തോഷത്തോടെ 3 എന്ന് എണ്ണുമ്പോൾ നിങ്ങൾ കണ്ണുകൾ തുറക്കും. സന്തോഷത്തോടെ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം. നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിലാണുള്ളത്. ശ്വാസം നീട്ടിയെടുത്ത് പുറത്തുവിടൂ. 3 എന്ന് എണ്ണുമ്പോൾ മാത്രം കണ്ണുകൾ തുറക്കുക. 1, 2, 3.